ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിലെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ദിനത്തിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി, അത് തമിഴിലെ പാണ്ഡ്യൻ സ്റ്റോർ 2ന്റെ ഭാഗമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതായത് ഈ ഭാഗം എന്തായാലും നമുക്ക് മലയാളത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഇന്ന് അനു കരഞ്ഞുകൊണ്ടിരിക്കേണ്ടത് തന്റെ അമ്മ ആ ഒരു ബക്കറ്റ് വെള്ളം തന്നെ അനുവിന്റെ തലവഴി ഒഴിക്കുകയാണ്. അത് ആലോചിച്ച് അനു ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അലോക് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണത്? നിന്റെ തന്ത ചത്തോ, തള്ള ചത്തോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന അനുക്ക് ദേഷ്യം എടുത്തേ. അലോകെ മിണ്ടാതിരുന്നോ, നീ എന്നെ എന്തെങ്കിലും പറഞ്ഞോ അത് ഞാൻ ക്ഷമിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ അച്ഛനെയും അമ്മ എന്തെങ്കിലും പറഞ്ഞുണ്ടല്ലോ, ഓ പിന്നെ നിന്റെ അച്ഛനും അമ്മയൊക്കെ വലിയ ആൾക്കാരല്ലേ, നിന്റെ അച്ഛനും വലിയ ആളല്ലേ, നിന്റെ അമ്മ അങ്ങനെയല്ലേ, നിന്റെ ചേട്ടൻ ഇങ്ങനെയല്ലേ, ഓ ഭയങ്കര സംഭവമായിട്ട് അവള് പറയുന്ന കേട്ടാലും മതി എന്ന് പറയുമ്പോഴേക്കും അലോകെ മതി നിർത്ത്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിനക്ക് ദേഷ്യം വന്നാ എനിക്ക് എന്താടി എന്ന് ചോദിക്കുകയാണ്. വേഗം തന്നെ അനു കട്ടിലിന്റെ ആ ഒരു സൈഡിൽ ഒളിപ്പിച്ചിരുന്ന കത്തി ഉണ്ടല്ലോ, ആ കത്തി വലിച്ചെടുക്കാനായിട്ട് പറയേണ്ടത്. ഇനി എൻ്റെ വീട്ടുകാരെന്തിനും പറഞ്ഞാൽ ഈ കത്തി വെച്ച് ഞാൻ അതിനെ കുത്തിക്കൊല്ലും, എനിക്കതിനൊരു മടിയില്ല, നിനക്കറിയാലോ ഇപ്പോ ഏറെക്കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്ന് പറയാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഞാൻ നീങ്ങി കിടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അലോക് അവിടെ നിന്ന് പോവാണ്. പക്ഷെ എന്നാൽ ഇവൾക്ക് ഇത് എന്താ സംഭവിച്ചത് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അലോക് പുറത്തേക്ക് പോകുമ്പോഴേക്കും അച്യുതൻ ചോദിക്കണ്ടേ, എന്താടാ നിന്റെ ഭാര്യ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ച് കരയണേന്നുള്ള കാര്യത്തിനാ ഉത്തരം നിനക്ക് കിട്ടിയോ എന്ന് ചോദിക്കണം. എവിടെന്ന് അവളോട് ചോദിക്കുമ്പോൾ അവൾ ഒരേ കരച്ചിലാണ്. എന്താണെന്ന് മനസ്സിലാവില്ല. എന്തായാലും ഒരു അടി കിട്ടിയിട്ടുണ്ട് അച്ഛാ, അല്ലെങ്കിൽ രാവിലെ മുതൽ പാതിരാത്രി വരെ ഉറങ്ങാണ്ടിരുന്ന് കരയില്ലല്ലോ. എന്നാലേ നീ ഇത് അന്വേഷിച്ച് അവളുടെ അടുത്തേക്ക് പോകണ്ട, വേറൊന്നുമല്ല, ഇന്ന് അമ്മേന്ന് വിളിച്ചിട്ട് അവള് ഗോമതിയുടെ അടുത്ത് പോയി. ഗോമതി അവിടെ മുറ്റം അടിച്ചോണ്ട് വാരിയെ ചെടിക്ക് വെള്ളം ഒഴിക്കോ എന്തോ ചെയ്യായിരുന്നു. ആ വെള്ളം എടുത്ത് അവളുടെ തല വഴി ഒഴിച്ചു. ആഹാ കൊള്ളാം, അടിപൊളി എന്ന് അലോക് പറയണം. അതാടാ, അതിനെയാണ് അവളിങ്ങനെ കരയണത്. ഓ അതിന് ഇത്രമാത്രം കരയേണ്ട എന്ത് ആവശ്യം ഇരിക്കണത്? സാധാരണ വെള്ളമല്ല എടുത്ത് ഒഴിച്ചത്, അല്ലാതെ ചാണക വെള്ളമൊന്നും അല്ലല്ലോ എന്ന് പറയാണ്. അതാണ് സംഭവം. അല്ല അച്ഛൻ ഇതെങ്ങനെ അറിഞ്ഞു? അമ്മ പറഞ്ഞു, അമ്മയടുത്ത് ഞാൻ ചോദിച്ചു, അതിന് ഭയങ്കര വിഷമമാണല്ലോ എന്ന്. അപ്പൊ അമ്മയാ പറഞ്ഞത്, അമ്മയാണത്രേ അവളോട് പോയി ഗോമതി അടുത്ത് മിണ്ടാൻ വേണ്ടി പറഞ്ഞത്. അവള് മിണ്ടാൻ വേണ്ടി ഗോമതി അടുത്ത് പോയപ്പോഴേക്കും ഗോമതി അവളെ ആട്ടിപ്പായിക്കാണ് ചെയ്തത്. അത് മാത്രല്ല വേറൊരു സംഭവം കൂടി അറിഞ്ഞൂടാ. അതെന്താ വെച്ചാ, അതെ ആ ജീവന്റെ വീട്ടുകാര് നഷ്ടപരിഹാരം ചോദിച്ചിരിക്കുക. ഓ വല്ല 3-4 ലക്ഷം ആയിരിക്കും അല്ലേ? എല്ലടാ പിന്നെന്താ 10 ലക്ഷോ? ഗോമതി സ്റ്റോഴ്സ് ബാലം പെട്ടുവല്ലോ എന്ന് പറയുമ്പോ കല്യാണം കഴിഞ്ഞതും ഇല്ല, എന്നാൽ മോൾക്ക് നല്ല ജീവിതം കിട്ടിയതും ഇല്ല, 10 ലക്ഷം രൂപ പോവും ചെയ്യുവാണ്. എടോ 10 ലക്ഷം ആണെങ്കിൽ അതൊന്നും അല്ല പ്രശ്നം. പിന്നെ പ്രശ്നം 1 കോടി രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. 1 കോടിയോ? ഒന്ന് പോച്ചാ, നഷ്ടപരിഹാരമായിട്ട് ആരെങ്കിലും 1 കോടി രൂപ ചോദിക്കോ? പിന്നെ ഇതായിട്ട് കേസായിട്ട് കോടതിയിൽ പോയാൽ പോലും മാക്സിമം ഒരു 10 ലക്ഷം, അതിനപ്പുറം നഷ്ടപരിഹാരം ഒന്നും കൊടുക്കേണ്ടി വരില്ലല്ലോ. എടാ നിനക്ക് ആ ബാലന്റെ സ്വഭാവം അറിയില്ലേ? അയാൾ ഭയങ്കര അഭിമാനിയല്ലേ. 1 കോടി രൂപ ചോദിച്ചു. അവരുടെ വീട്ടുകാർക്ക് എന്തൊക്കെയോ 5-6 ലക്ഷം രൂപയുടെ ചെലവേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടില്ലേ, അതെന്തോ ഭയങ്കര കുറച്ചിലായി പോയെന്ന്. അതറിഞ്ഞിട്ട് നമ്മുടെ ആര്യനും ആകാശും കൂടി ചേർന്നിട്ട് ആ ചെക്കനെ കാണാൻ പോയി, ആ ജീവൻ എന്ന് പറഞ്ഞ ആ ബാങ്ക് മാനേജറെ. എന്നിട്ട് അവനിപ്പോ ഒന്നും മിണ്ടുന്നില്ല. അവൻ എന്തൊക്കെയായിരുന്നു, അനുമോളെ മാത്രം മതി, സ്ത്രീധനം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എവിടെ പോയി എന്ന് പറയാണ്. അതെന്തായാലും കൊള്ളാലോച്ച. അപ്പൊ അവൻ നമ്മൾ വിചാരിച്ച പോലെ ഒരു പണക്കൊതിയനാണല്ലേ? അതെ, എന്നാ അവനൊന്ന് പോയി കാണണമല്ലോ. ഈ 1 കോടി എന്നുള്ളത് 2 കോടി ആക്കിയാലോ? നീ വെറുതെ മിണ്ടാതിരിയടാ. അവര് വല്ല കേസെങ്ങാനും കൊടുത്താലേ ഇത് 10 ലക്ഷം രൂപയായിട്ട് കുറയും. അതുകൊണ്ട് നീ അതിനൊന്നും പോണ്ട. എന്നാലും ജീവനെ കുറിച്ച് ഞാൻ കേട്ടതൊക്കെ അവൻ ഭയങ്കര അഭിമാനിയാണ്. 10 വയസ്സ് സ്ത്രീധനം ചോദിക്കില്ല, അഥവാ 70 പവൻ എന്തോ അനുക്ക് കൊടുക്കാന്ന് പറഞ്ഞതാണ്. അതുപോലും വേണ്ടെന്ന് പറഞ്ഞതാ ഈ ജീവൻ. പിന്നെ അവനിത് എന്തു പറ്റി? ആടാ കല്യാണം നടക്കാൻ അങ്ങനെ പല ഉടായ്പം പറയും. ഇപ്പത്തെ കാലത്ത് നിനക്ക് അറിയില്ലേടാ, സ്ത്രീധനം എത്ര കിട്ടിയാലും താന്ന് പറഞ്ഞ കുറെ എണ്ണം ഉണ്ടല്ലോ. എന്നിട്ട് അവർക്ക് 1 വർഷം കൊണ്ട് ആ പെണ്ണിനെ മതിയാവും. എന്നിട്ട് അവരുടെ പണവും എടുത്ത് സ്ത്രീധനവും എടുത്ത് സ്വർണവും എടുത്ത് കഴിഞ്ഞിട്ട് അവരൊരു വലിച്ചെറിയലാണ്. പാവം പിള്ളേ ചിലപ്പോ അവര് ജീവിതം വരെ അവസാനിപ്പിക്കുന്ന അവസ്ഥ ഇപ്പൊ നീ കാണുന്നില്ലേ? ആ സെയിം ആളാണ് ഈ ജീവൻ. ജീവനെയൊക്കെ ചോദിക്കുമ്പോ അപ്പൊ ഞാൻ നല്ലവനാണല്ലേ ചാ? പിന്നെ അല്ലാതെ. അവൻ അന്ന് പറഞ്ഞ വാക്ക് വേറെ, എന്ന് പറഞ്ഞ വാക്ക് വേറെ. എന്നാലും എനിക്ക് ആ ജീവനൊന്ന് പോയി കാണണോ വെച്ചാ. അവൻ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അവനൊന്ന് പോയി കണ്ട് അഭിനന്ദിക്കണമല്ലോ. എന്തായാലും 1 കോടി രൂപ എത്രയും പെട്ടെന്ന് ബാലന്റെ കയ്യിൽ നിന്ന് മേടിക്കണമെന്ന് ഞാനും കൂടി പോയി പറഞ്ഞ് അവനെ വേണമെങ്കിൽ ഉപദേശിക്കാം എന്ന് പറയാനെടാ. നീ പോകുമ്പോഴേ ഞാനും കൂടി വരാം. നമുക്ക് 2 പേരും കൂടി ആ ജീവന്റെ വീട്ടിൽ പോയിട്ട് ജീവന്റെ അച്ഛനും അമ്മേനും ഒന്ന്
പിരിമുറുക്കി വിടാം. അങ്ങനെയാണെങ്കിൽ അവർ കുറച്ചുകൂടി രീതിയിൽ പെട്ടെന്ന് തന്നെ വേണമെന്ന് പറയും. ഗോമതി സ്റ്റോഴ്സ് ബാലൻ ആ വീട് വിൽക്കും. കുറെ നാളെ അവർ ആ വീട് വിൽക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുവല്ലോ, അവർ ആ വീട് വിറ്റ് പോകും. അങ്ങനെ അവർ വീട് വിൽക്കാൻ വെക്കുകയാണെങ്കിലേ നമുക്ക് തന്നെ ആ വീട് എടുക്കാടാ, കൊള്ളാച്ച, അടിപൊളി ഐഡിയയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ ലോക്. അങ്ങനെ അവര് ജീവന്റെ വീട്ടുകാരെ കാണാൻ വേണ്ടി പോവാണ്. വേറൊന്നുമല്ല, ബാലന്റെ കയ്യിൽ 1 കോടിയല്ല, കോടിക്കണക്കിന് രൂപയുണ്ട്. 1 മാസത്തെ സാവധാനമൊക്കെ നിങ്ങൾ എന്തിനാ ചോദിച്ചത്? അവര് കേസൊക്കെയായി പോയാലുണ്ടല്ലോ നിങ്ങൾക്ക് വല്ല 10 ലക്ഷം രൂപയ്ക്ക് കിട്ടുള്ളൂ. എത്രയും പെട്ടെന്ന് തരാൻ പറ, 2-3 ദിവസത്തിനുള്ളിൽ തരാൻ പറ എന്ന് പറയാണ്. അത് കേൾക്കുന്ന ജീവന്റെ അച്ഛനും അമ്മയും പണക്കൊതിയന്മാരാണ് കേട്ടോ. അവരന്ന് പെണ്ണ് കാണാൻ വന്നപ്പോൾ അവര് നല്ല രീതിയിലൊക്കെ സംസാരിച്ചല്ലോ. അയ്യോ മോളെ പൊന്നുപോലെ നോക്കിക്കോളാം, മോളെ അങ്ങനെ നോക്കിക്കോളാം, മോളെ ഇങ്ങനെ നോക്കിക്കോളാം, എന്റെ സ്വന്തം മോളാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അവര് കടക്കെണിയിലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് മോനെ ബാങ്കിൽ ഉദ്യോഗസ്ഥനാണെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, അയാള് ഭയങ്കരമായിട്ട് ദൂർത്തടിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് വീണ്ടും ബാലന്റെ അടുത്തേക്ക് പോയി പറയണ്ടേ, എനിക്ക് നാളെ തന്നെ പൈസ വേണമെന്ന് പറയാണ്. ആ സമയത്ത് ബാലനും ആകെ പെട്ടുപോകണം. 1 മാസം സമയം തന്നതല്ലേ, പിന്നെ നിങ്ങളിപ്പോ ഇതിനെ വാക്ക് മാറ്റണത്? 1 മാസത്തിന് ഞാൻ പൈസ തരാമെന്ന് പറയുമ്പോൾ അത് പറ്റില്ല ബാല, നിങ്ങളുടെ നല്ല പൈസ ഉണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അനുമോൾക്ക് 70 പവനും 1 കാറും അതുപോലെ തന്നെ 10 ലക്ഷം രൂപ ബാങ്കിൽ ഇടാൻ പോയ ആളല്ലേ നിങ്ങള്. 70 പവൻ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പത്തെ സ്വർണത്തിന്റെ ആസ്തി അനുസരിച്ച് 1 കോടി രൂപയാവില്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈ പൈസ തരാം. നിങ്ങൾ വെറുതെ ഞങ്ങളെ വലിപ്പിക്കുകയാണ്, ഒഴിവാക്കിപ്പിക്കുകയാണ്, നാളെ തന്നെ പൈസ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോവാണ്. ബാലനാകെ പെട്ടുപോവാട്ടോ. മീനാക്ഷി ഇങ്ങനെ കമ്പനിയിൽ ജോലി സ്ഥലത്തൊക്കെ പോയിട്ട് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പൈസ ഒന്ന് അറേഞ്ച് ചെയ്ത് തരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് മീനാക്ഷിക്ക് ലോൺ എടുക്കാൻ പറ്റുന്നതിന് ഒരു പരിധി ഉണ്ട് കേട്ടോ. എത്ര 6-7 ലക്ഷം രൂപ മീനാക്ഷിക്ക് ലോൺ കിട്ടുന്നുള്ളൂ. മീനാക്ഷി അത് ബാലനോട് പറയുന്നുണ്ട്, അച്ഛാ ഒരു 6-7 ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്ത് തരാമെന്ന് പറയാണ്. അതേസമയം മിത്രയാണെങ്കിൽ മിത്രയുടെ അമ്മയടുത്തും പോയി ചോദിക്കേണ്ടത്, രഹസ്യമായിട്ട് അമ്മേനെ അമ്പലത്തിന്റെ വഴി വെച്ചിട്ടാണോ കാണുന്നത്, അമ്മക്ക് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ മിത്രയുടെ അമ്മ പറഞ്ഞത്, മോളെ എനിക്ക് സഹായിക്കാൻ പറ്റും, ഞാൻ സഹായിക്കുകയും ചെയ്യാം, പക്ഷേ നിനക്കറിയാലോ എൻ്റെ അക്കൗണ്ടിൽ മാക്സിമം ഒരു 5 ലക്ഷം രൂപ, അതേ കൂടുതലില്ല, കുഴപ്പമില്ലമ്മേ, 5 ലക്ഷമെങ്കിൽ 5 ലക്ഷം എനിക്ക് തരാവോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ 5 ലക്ഷം രൂപ മിത്രക്കും കൊടുക്കുന്നുണ്ട്. മീനാക്ഷിയും ഒരു 5-6 ലക്ഷം രൂപ ഒപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഒപ്പിച്ച് വന്നപ്പോഴും ഇവർക്ക് പൈസ അങ്ങോട്ട് തികയണില്ല. ഈ 1 കോടി രൂപ ഉണ്ടാക്കാൻ ബാലൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. തമിഴിൽ വെറും 10 ലക്ഷം രൂപയായിരുന്നു. അത് നമ്മുടെ മീനാക്ഷിയാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തത്. അത് ഞാൻ പറഞ്ഞല്ലോ, അതിൽ പക്ഷെ കഥ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ ഇവനുണ്ടല്ലോ ആകാശ് 10 ലക്ഷം രൂപ മുടിപ്പിക്കും. ആ ഒരു ഭാഗമായിട്ടാണ് മീനാക്ഷി 10 ലക്ഷം രൂപ കൊടുക്കുന്നത്. ഇതിൽ 1 കോടി ആയത് കൊണ്ടിട്ടാണ് ഇതെങ്ങനെയാകുമെന്ന് ശരിക്കും നമുക്ക് പറയാൻ പറ്റുന്നില്ല. മിക്കും പറഞ്ഞാലുണ്ടല്ലോ, ബാലൻ ഇതിനെതിരെ കോടതിയിൽ പോണതാ നല്ലത്. കാരണം നഷ്ടപരിഹാരം കൊടുക്കണം. അത് അങ്ങനെ ഉണ്ട്, ഇത് സംഭവം ഉണ്ട്. ഇങ്ങനെ അവരെ നാണം കെടുത്തിയ പോലെ ആയല്ലോ. പിന്നെ അവർക്കും ചെലവും കാര്യങ്ങളും വന്നല്ലോ. ആ ചെലവും കാര്യങ്ങളും കൊടുക്കുകയും വേണം. പിന്നെ 1-2 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിച്ച സ്ഥിതിക്ക് ബാലനെ കേസായിട്ട് പോകണതാണ് ശരിക്കും നല്ലത്. പക്ഷെ ബാലന് 1 കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതെങ്ങനെ കൊടുക്കും എന്നുള്ളതാണ് നമ്മൾ ഇനിയിപ്പോ ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോയിൽ കാണാൻ വേണ്ടി പോണ കേട്ടോ. എന്തായാലും ജീവനും വീട്ടിൽ വളരെ മോശപ്പെട്ട ആൾക്കാരാണ്. ഒരു കണക്കിന് അനു രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി. കാരണം ജീവനെ കണ്ടപ്പോൾ നമ്മളും വിചാരിച്ചു നല്ല മനുഷ്യനാണെന്നൊക്കെ അല്ലേ വിചാരിച്ചത്. പക്ഷെ ജീവൻ ബോറാണ് കേട്ടോ. ഭയങ്കര മോശപ്പെട്ട സ്വഭാവമാണ്. 1 കോടി രൂപ തന്റെ അച്ഛനും അമ്മയും ചോദിച്ചു നടപ്പോ, അയ്യോ എന്നാൽ അങ്ങനെയൊന്നും ഇല്ല, ഞാൻ അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം, അവരെ പറഞ്ഞ് മനസ്സിലായിക്കോളാം എന്ന് പറഞ്ഞൊന്നുമില്ലല്ലോ. അപ്പൊ അയാൾ ആ 1 കോടി രൂപ ആഗ്രഹിക്കുന്നോണ്ടല്ലേ ഇനിയിപ്പോ അലോകമായിട്ട് കൂടുമ്പോഴേക്കും അതിന്റെ അപ്പുറമായിരിക്കും ഇനി സംഭവിക്കാൻ പോണത്. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.